ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കാങ്സൂരി വാട്ടർഫോൾ. നീല നിറമുള്ള വെള്ളവും ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മേഘാലയയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണിത്. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഘാലയയിലെ ഷിലോങ്ങിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് കാങ്സൂരി എന്നറിയപ്പെടുന്ന ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. കാങ്സൂരി വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയ സംസ്ഥാനത്തിലെ വെസ്റ്റ് ജൈൻറ്റിയ ഹിൽസ് ജില്ലയിലാണ്. ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ മഴയൊന്നും ലഭിക്കാതെ വരണ്ട ഒരു കാലാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പുല്ലൊക്കെ ഉണങ്ങി. ഇതിൻ്റെ ബോർഡിനിരിക്കുന്ന ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. ഇനി താഴേക്ക് ഇറങ്ങിപ്പോകണം. ഏകദേശം 300-400 മീറ്റർ താഴോട്ട് ഇറങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. സാധാരണ 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം എന്നാണ് തോന്നുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ച സ്റ്റെപ്പുകൾ ധാരാളമുണ്ട്. ഇടയ്ക്ക് നിൽക്കാൻ റെസ്റ്റ് പോയിൻറ്റുകളും റെയിലിങ്ങുകളും ഒക്കെ ഉണ്ട്. ഇടയ്ക്കൊരു വാച്ച് ടവറുണ്ട്. അവിടെ നിന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. മനോഹരമായ കുന്നുകൾ ഇടിച്ചു താത്ത് വഴിയും കെട്ടിടമൊക്കെ അവിടെ പണിത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാങ്സൂരി വാട്ടർഫോളിലേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ചുറ്റും പച്ചപ്പ്, നേച്ചറിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു സൂപ്പർ പീസ്ഫുൾ വൈബാണ്. എൻട്രി പോയിന്റിൽ നിന്ന് 10 മിനിറ്റോളം നടന്നാൽ നമുക്കവിടെ എത്താം. ഇവിടെ നിന്ന് ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് കൂടുതൽ ക്ലിയറായിട്ട് കേൾക്കാം. നീല നിറമുള്ള വെള്ളവും ഈ നേച്ചറിൻ്റെ സെറ്റപ്പും വാക്കുകളാൽ പറയാൻ പറ്റാത്ത ഒരു ഫീലാണ്. സത്യത്തിൽ ഈ നടന്നിറങ്ങുന്ന യാത്ര തന്നെയാണ് കാങ്സൂരിയുടെ അനുഭവത്തിൻ്റെ പകുതി ഭാഗം. ഇവിടുത്തെ പ്രത്യേകത ക്രിസ്റ്റൽ ക്ലിയറായ നീല നിറമുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ്. വെള്ളച്ചാട്ടത്തിന് താഴെ നീന്താൻ കഴിയുന്ന ഒരു ചെറിയ തടാകവുമുണ്ട്. വെള്ളച്ചാട്ടത്തിന് ചുറ്റും സ്റ്റെപ്പുകളും വാച്ച് ടവറും സർക്കാർ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് സേഫായി ഇറങ്ങിക്കാണാനും ഫോട്ടോ എടുക്കാനും പറ്റുന്നുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. കാരണം അന്ന് നല്ല മൺസൂൺ സീസൺ ആയതുകൊണ്ട് ധാരാളം വെള്ളം കാണും. ആ സമയത്ത് വെള്ളച്ചാട്ടം ഫുൾ ഫ്ലോയിലായിരിക്കും. അതാണ് കാങ്സൂരിയുടെ ശരിയായിട്ടുള്ള റിയൽ ബ്യൂട്ടി. ഇവിടെ കയറാൻ ചെറിയൊരു എൻട്രി ഫീസ് കൊടുക്കണം. പാർക്കിങ്ങിനും ടോയ്ലറ്റ് സൗകര്യവും ചേഞ്ചിങ് റൂമും പോലുള്ള ബേസിക് സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. മഴക്കാലത്ത് ചിലപ്പോൾ ഈ കല്ലുകളൊക്കെ സ്ലിപ്പറി ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ നടക്കേണ്ടതാണ്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് കുട്ടികളോടുകൂടെ വരുന്നവർ വെള്ളത്തിലിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗം ഇവിടെ അനുവദിച്ചിട്ടില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിൽ പോയി നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ കാലോ വല്ലതും തെന്നിയെങ്കിലോ ഒന്ന് പേടിച്ച് ഞങ്ങൾ അവിടെയൊന്നും പ്രവേശിച്ചില്ല. കാടിൻ്റെ മണവും വെള്ളത്തിൻ്റെ ശബ്ദവും എല്ലാം കൂടി മനോഹരമായ ഒരു സ്ഥലമാണിത്. ശാന്തമായി നമുക്കിവിടെ ഇരിക്കാവുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് പ്രകൃതിയോട് കൂടുതൽ അടുത്ത് പോകുന്ന ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. ഇവിടെ കുറച്ച് പേരൊക്കെ നീന്തുന്നുണ്ട്. ഈ പാറയിലൊക്കെ കയറി ഇറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് നടക്കേണ്ടതാണ്. പായൽ പിടിച്ചതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് തീർച്ചയായും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അതിലേറെ ഇതൊരനുഭവം കൂടിയാണ്. മേഘാലയയിൽ കാര്യമായ മഴയില്ലാത്ത സീസണിലും ഇത്രയും വെള്ളം തന്നെ ഇവിടെ ഒഴുകും എന്നാണ്
ഇവിടെയുള്ളവർ ഞങ്ങളോട് പറഞ്ഞത്. നല്ല മഴയുള്ള സമയങ്ങളിൽ ഇവിടം സന്ദർശിച്ചവർ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ളവർക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടുണ്ട്. അതുകൊണ്ട് പേടിക്കാതെ തന്നെ നമുക്ക് ഇറങ്ങി നീന്താവുന്നതാണ്. കല്ല് പതിപ്പിച്ച അധികം പൊക്കമില്ലാത്ത സ്റ്റെപ്പുകളാണ്. സത്യത്തിൽ ക്രാങ്സൂരി വാട്ടർഫോൾ ഒരു ഫോട്ടോയിൽ ഒതുങ്ങുന്ന സ്ഥലമല്ല. നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഫീൽ മനസ്സിലാകുകയുള്ളൂ. വാക്കുകളാൽ പറഞ്ഞു ഫലിപ്പിക്കാവുന്നതല്ല ഇതിൻ്റെ ഒന്നും ഭംഗി. അതൊക്കെ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇതൊക്കെ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് കാണുക. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങൾ യാത്ര തുടരട്ടെ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.